ഇത് എനിക്ക് ഏതാണ്ട് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ എനിക്ക് BCP സോറി എന്ന് സുരേഷ് ഗോപി അപ്പം തന്നെ പറഞ്ഞത് നല്ല മാതൃകയാണ്. പക്ഷെ അത് ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ വെക്കുമ്പോ അത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്കുണ്ട്. അങ്ങനെ പറ. പഞ്ച് ഡയലോഗിന് വേണ്ടി സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയാം. ഈ 12 ക്യാമറയുടെ മുമ്പിൽ വെച്ച് MP ആയ മന്ത്രിയായ ഒരു വ്യക്തി ഒരു സ്ത്രീയെ സെക്ഷൽ അസോൾട്ട് ചെയ്യൂ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഈ ചെമ്മണ്ണൂർ ഇനോഗ്രേഷന് കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ ഹണി റോസിന്റെ കയ്യിൽ തൊടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. പക്ഷേ അവിടെ ഇട്ട് ആ വ്യക്തിയെ ഇവിടെ എന്താ പറയണേ ഒരു കറക്കുകയും മാല കാണിക്കുകയും ചെയ്തത് ഇവര് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്തിട്ട് 5 മാസത്തിന് ശേഷം സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം വേണ്ടേ? 100% ഞാൻ യോജിക്കുന്നു. ഇത്രയും ക്യാമറയുടെയും ഇത്രയും പബ്ലിക്കായിട്ട് കാര്യം എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? ആ സെക്ഷൽ അസോൾട്ട് എന്ന വാക്ക് വേണം. ഇന്നലെ 1-2 മുഖ്യധാരാ ചാനൽ ഞാൻ പോയിരുന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യുകയാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞു സാറേ അതൊക്കെ ഇവിടെ നിന്ന് വന്നു. കാര്യം ആ റേപ്പ് എന്ന വാക്ക് എങ്ങനെങ്കിലും വേണം. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. കാര്യം സ്ത്രീകൾക്ക് നേരെ വെർബൽ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു, വെർബൽ റേപ്പിസ്റ്റ് ആക്കുന്നു, കുറച്ച് കഴിഞ്ഞ് വെർബൽ മാറ്റുന്നു, റേപ്പിസ്റ്റ് മാത്രമാക്കുന്നു. ഞങ്ങൾ പരിഹാരം കഴിച്ച് ജീവിക്കുന്നൊക്കെ അല്ലേ ഈ ഉത്തരം പറ. അത് ബോച്ചയെ ഇഷ്ടപ്പെടുന്നവരും പറഞ്ഞ എന്താണ്? ബോച്ചെ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാര്യം നാളെ ഈ പ്രയോഗം പോപ്പുലർ ആയാൽ നമ്മുടെ കോളേജിലും മറ്റും പഠിക്കുന്ന പയ്യന്മാര് കൂടുള്ള പെമ്പിള്ളാരെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ശരീരഭാഗങ്ങളെയോ മറ്റും പറഞ്ഞ് അപമാനിക്കും, മോശമാക്കും. എനിക്കൊരു സ്വസ്ഥതയില്ല. ഇതേപോലെ തന്നെ നമ്മുടെ കുമാരി ഹണി റോസോ അല്ലെങ്കിൽ ശ്രീമതി അമല പോളോ ഒക്കെ കോളേജിലൊക്കെ ഇനോഗ്രേഷന് പോകുമ്പോൾ കോളേജിലാണ് പോകുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോകുന്നത്, ഒരു പബ്ലിക് ഡെക്കോറമുള്ള സ്ഥലത്താണ് പോകുന്നത്. നീ ഒറ്റൊരുത്തം കാരണം മാനവും മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? മാന്യതയും മര്യാദയും വേണമെന്ന് പറയുന്നത്, അതായത് പബ്ബ് വേറെ പള്ളിക്കൂടം വേറെ. പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ടല്ല നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നത്, പള്ളിക്കൂടത്തിൽ പോകുന്ന ഡ്രസ് ഇട്ട് പബ്ബിലും പോകണമെന്ന് ആരും പറയുന്നില്ല. അത് പോയിന്റ് ഭയങ്കരമായ ആള്. പോയിട്ട് വരാം.